ഞാൻ രാവിലെ തേങ്ങ പൊതിക്കാൻ പോവാണ്. തേങ്ങ ഈ പാര ഉപയോഗിച്ച് തേങ്ങ പൊതിക്കുന്ന പാരയാണ്. എന്താ ഇതുപയോഗിച്ച് തേങ്ങ പൊതിക്കാൻ ആർക്കൊക്കെ അറിയാം ഞാൻ കാണിക്കാം. അത് നമ്മളിവിടെ എൻ്റെ കാലൊന്നും കാണത്തില്ല. ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിക്കണം. ഇതിൻ്റെ അടിഭാഗത്ത് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് ഇത് ലിവർ, ഇതിൻ്റെ ആദ്യം ഒരു കുത്ത് ഇട്ട് ഇത് പിടിച്ച് മേളിലേക്ക് പൊക്കണം. അമ്മേ, പച്ചത്തേങ്ങ ആയതുകൊണ്ട് എളുപ്പമുണ്ട്. 2 കുത്തായേ. മൂന്നാമത്തെ കുത്ത് തേങ്ങ പൊതിച്ച് കഴിഞ്ഞു. ഇതറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ കൈക്ക് ഇച്ചിരി വേദന ഉള്ളതുകൊണ്ട് കേട്ടോ, അല്ലേ ഇപ്പം ഇത് പൊതിച്ചയുടെ സമയം കഴിഞ്ഞ്. അയ്യോ എനിക്ക് വയ്യ, എൻ്റെ കൈ പോവും പറഞ്ഞ് മടി പിടിച്ചെന്നുണ്ടെന്നിട്ടൊരു കാര്യമില്ല. ഉത്സാഹം ഇല്ലാത്തവരൊക്കെയാണ് അങ്ങനെ പറയുന്നത്. ഉത്സാഹം ഇല്ലാത്തവരുടെ കൂടെ കൂടിയാൽ നമ്മളെ ഉത്സാഹമുള്ളവരെ കൂടെ അവർ നിരുത്സാഹപ്പെടുത്തും. എനിക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ ഇതും പോകുന്നതും ഇഷ്ടമില്ല. മനസ്സിലായോ? നമ്മളൊരു കാര്യത്തിന് അവർ സമ്മതിക്കുകയില്ല. പിന്നെ നമുക്ക് നന്നാകുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ, അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. കൈയുടെ വേദന കൊണ്ടാകട്ടോ പൊതിച്ചെടുത്തല്ലോ, അത് കണ്ടോ, തേങ്ങ പൊതിച്ചെടുത്ത്. ഇനി ഇതിപ്പോ വലിയ പാടില്ല. എനിക്ക് കൈയുടെ വഴിക്ക് വേദനയാകുന്നുണ്ട്. ലോട്ടറി ഓഫീസിലായിരുന്നു ജോലി. അപ്പം റബ്ബർ ബാൻഡ് ഇങ്ങനെ ഈ ടിക്കറ്റ് ഇങ്ങനെ അടുക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇവിടെ വേദന വന്നു. സംസ്ഥാന ഭാഗ്യക്കുറി എത്ര പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വകുപ്പല്ലേ ലോട്ടറി എന്ന് പറയുമ്പോഴേ. ആദ്യമൊക്കെ എല്ലാവർക്കും ലോട്ടറി വിൽക്കുന്നത് അല്ലെ ലോട്ടറി എടുക്കാനും ഒക്കെ മടിയായിരുന്നു. പക്ഷെ ഇപ്പം കണ്ടോ, സർക്കാരിൻ്റെ ഒരു സ്ഥാപനമല്ലേ, എത്രയോ പാവങ്ങൾക്ക്, രോഗികൾക്ക് വരെ ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. അപ്പം എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ലോട്ടറി ഏജൻറ്റോ ഒന്നുമല്ല, എൻ്റെ ജോലി കഴിഞ്ഞ് 6 മാസത്തെ പിന്നീട് അതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ നമ്മുടെ അനുഭവം കൊണ്ട് പറയുകയാണ്, നല്ലൊരു സ്ഥാപനമാണ്. എത്രയോ പേർക്ക് ജോലി കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു തീരെ എഴുന്നേക്കാൻ വയ്യാത്ത രോഗികളെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മാറിയത്. അതുകൊണ്ട് എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ തേങ്ങ പൊതിച്ച് കഴിഞ്ഞു.